ആദ്യത്തെ ലീഡ് UDF എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. EVM-ൽ നിന്നല്ല, പോസ്റ്റൽ ബാലറ്റിൽ നിന്നുള്ള ആദ്യ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ UDF 18 വോട്ടിന്റെ ലീഡാണ് UDF-നുള്ളത്. UDF ആദ്യ ലീഡ് എടുത്തിരിക്കുന്നു പോസ്റ്റൽ ബാലറ്റ് ഉണ്ടപ്പോൾ. ഇത്തവണ പോസ്റ്റൽ ബാലറ്റ് കുറവായിട്ട് കൂടി ആദ്യത്തെ ലീഡ് 18 വോട്ടിന്റെ ലീഡ് UDF-നുണ്ട്. UDF ആദ്യത്തെ ലീഡ് നേടിയിരിക്കുന്നു പോസ്റ്റൽ ബാലറ്റിൽ. 18 വോട്ടുകളുമായി ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി ആദ്യത്തെ ലീഡ് എടുക്കുന്നതിന്റെ കാഴ്ചയാണ്. 1402 പോസ്റ്റൽ ബാലറ്റുകൾ മാത്രമേ ഇത്തവണയുള്ളൂ. 3900 പോസ്റ്റൽ ബാലറ്റുകൾ ഉണ്ടായിരുന്നതിൽ നിന്ന് ഇത്തവണ 1400ലേക്ക് കുറയുമ്പോഴും ആദ്യത്തെ വോട്ടിന് ലീഡ് 18 വോട്ടുകളുമായി ആര്യാടൻ ഷൗക്കത്ത് UDF-ന്റെ സ്ഥാനാർത്ഥി നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നതിന്റെ ആദ്യത്തെ കാഴ്ച UDF-നെ സംബന്ധിച്ച് ശുഭകരമായ തുടക്കം, മികച്ച തുടക്കം. 18 വോട്ടുകൾ, ചെറിയ വോട്ടുകൾ, 1402 വോട്ടുകൾ മാത്രമുള്ള പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങുമ്പോൾ 18 വോട്ടുകളുമായി ആദ്യം UDF-ന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇതാ മുന്നിൽ നിൽക്കുന്നു എന്നതാണ് കാഴ്ച. കഴിഞ്ഞ തവണയും 3900 പോസ്റ്റൽ ബാലറ്റുകൾ ഉണ്ടായിരുന്നപ്പോൾ 92 വോട്ടുകൾക്ക് എണ്ണി കഴിഞ്ഞപ്പോൾ UDF ലീഡ് ചെയ്യുകയായിരുന്നു. ആകെ 1814 പോസ്റ്റൽ ബാലറ്റുകളാണ് കഴിഞ്ഞ തവണ അനുകൂലമായി UDF നേടിയെടുത്തത്. ഇത്തവണ ആദ്യത്തെ എണ്ണൽ തുടങ്ങുമ്പോൾ 18 വോട്ടുകളുമായി ആര്യാടൻ ഷൗക്കത്ത് UDF-ന്റെ സ്ഥാനാർത്ഥി ലീഡ് പ്രകടമാക്കുകയാണ്. അതിന്റെ ഒരു തുടർച്ച ഉറപ്പാക്കാൻ, പോസ്റ്റൽ ബാലറ്റിലും മെഷീനിലുമെല്ലാം അതിന്റെ തുടർച്ച ഉറപ്പാക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് UDF-ന് കഴിയുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഫലസൂചന വേഗത്തിൽ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. അല്പസമയത്തിനകം വോട്ടിംഗ് മെഷീനും എണ്ണി തുടങ്ങുകയായി. അപ്പോഴറിയാം ഈ പോക്ക് എങ്ങോട്ടാണ്. ഈ 18 180 ആകുമോ, 1800 ആകുമോ, 18000 ആകുമോ എന്ന് ഉറ്റുനോക്കുന്നു എല്ലാവരും. അതേസമയം LDF എവിടെയാണ് ഇനി തടസ്സങ്ങൾ ഉണ്ടാക്കുക ഈ UDF-ന്റെ യാത്രയ്ക്ക് എന്നതും നമ്മൾ ഉറ്റുനോക്കുകയാണ്. ആദ്യ ഫല സൂചന പുറത്തു വരുമ്പോൾ UDF മുന്നേറ്റമുണ്ടാക്കുന്നു. 18 വോട്ടുകളുമായി പോസ്റ്റൽ ബാലറ്റിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മുന്നിൽ നിൽക്കുന്നു.